നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സത്യയുടെ അച്ഛൻ ആരാന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി തരാതെ ഒരാളും വിശ്വസിക്കാത്ത കുറെ കള്ളങ്ങൾ പറയുന്നു. എന്നിട്ട് വിശ്വസിക്കാനായിട്ട് തെളിവുകൾ തരാന്ന് പറയുന്നു. എന്നിട്ട് ഇപ്പൊ പറയാം അത് കാണാനില്ലെന്ന്. വിഷ്ണുട്ട ഞാൻ പറയുന്നത് സത്യ. എന്നൊന്ന് വിശ്വസിക്ക്. ഞാൻ തന്നെയാ ആൺവേഷത്തിൽ സത്യയുടെ അച്ഛനായിട്ട് വന്നത്. ആൺവേഷത്തിൽ നീയോ? കൊള്ളാം, നല്ല കഥ. കേട്ടില്ലേടാ പുതിയ കഥ. നീ ഇതാരോടെ ഈ പറയുന്നേ? എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ പോലും വിശ്വസിക്കില്ലല്ലോ. ശാലിനി മേഡം ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതൊന്നും ഒരു കളക്ടർക്ക് ചേർന്നതല്ല. നമ്മൾ കള്ളമാണ് പറയുന്നതെങ്കിലും അതിനൊരു നേരുണ്ടാവണം. അത് സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു നേര്. ആ നേര് സത്യമല്ലെങ്കിലും കോടതിയിൽ ഒരു വിലയുണ്ടാവണം. പക്ഷേ അത് പറഞ്ഞു ഫലിപ്പിക്കുന്നിടത്താണ് വിജയം. ഇവിടെ അതിൽ മേഡം അമ്പെ പരാജയപ്പെട്ടു. എന്റെ മകന് ഇനി നിന്നെ വേണ്ട. അവന്റെ മനസ്സെനിക്ക് കാണാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ആ വക്കീല് തരുന്ന പേപ്പറിലൊന്ന് ഒപ്പിട്ട് തരണം. പ്രകാശേ, വേറെ പേപ്പറുകൾ കൊണ്ടുവരാൻ അറേഞ്ച് ചെയ്യണം. ശരി സത്യാമ്മേ. ഇവിടെ വെച്ച് തന്നെ ഇവള് ഒപ്പിട്ട് തരും. ഇല്ല, വിഷ്ണുട്ടനെ ഞാൻ ചതിച്ചിട്ടില്ല, മനസ്സുകൊണ്ട് പോലും. മരണം വരെ ഞാൻ വിഷ്ണുട്ടന്റെ ഭാര്യയായിരിക്കും. എന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല. എടി, ആ ഭർത്താവിന് നിന്നെ വേണ്ടെന്നാ പറയുന്നത്. വിഷ്ണുട്ട, ദയവേദന വിശ്വസിക്കരുത്. സത്യമോൾക്ക് വേണ്ടിയാ ഞാൻ. മേഡം, വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഇത് എവിടെയും എത്തില്ല. മാഡത്തിന് വേറെ ജീവിതമുണ്ട്. ഇവർക്ക് ഈ ബന്ധം തുടരാൻ താല്പര്യമില്ല. അപ്പോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് ഇതങ്ങ് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്. അതിന് സമ്മതിക്കണമെന്നേ പറയുന്നുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരാളെ വിവാഹം കഴിച്ചിട്ടുള്ളൂ, ഒരാളെ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. അതെന്റെ വിഷ്ണുവേട്ടനെ മാത്രമാ. പിന്നെ വിഷ്ണുട്ട, സംഭവിച്ചതൊക്കെ അത് വേറെ സാഹചര്യ. വിഷ്ണുട്ടി, എന്ത് സാഹചര്യാടി നീ പറയുന്നേ? പറയടി, എന്ത് സാഹചര്യം നിനക്ക്? നീ വിവാഹം കഴിച്ചു. അയാളാ സത്യയുടെ അച്ഛനായിട്ട് സ്കൂളിൽ വന്നത്, റെസ്റ്റോറന്റിൽ വന്നത്, നിന്റെ കൂടെ ജീവിക്കുന്നത്. അതുകൊണ്ടാ അയാളെ കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചു പിടിക്കാനാ നീ ഇല്ലാ കഥകളൊക്കെ പറയുന്നത്. ആൺവേഷം നീ ഉണ്ടാക്കിയ, നീ മെനഞ്ഞെടുത്ത നിന്റെ സാങ്കല്പിക കഥ മാത്രമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.